നമസ്കാരം. എല്ലാവർക്കും ആനന്ദ സായി പട്ടാഴി എന്ന യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഗസൽ എന്ന സിനിമയിലെ KJ യേശുദാസ് സാറും KS ചിത്ര ചേച്ചിയും പാടിയ ഇശൽ തേൻകണം കൊണ്ടുവ തെന്നലെ നീ എന്ന ഗാനത്തിന്റെ തബല നോട്ട്സ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഗാനമാണിത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിനിമാ ഗാനമാണിത്. ഇതിന് മുന്നേ ഉള്ള നമ്മുടെ തബല ട്യൂട്ടോറിയൽ വീഡിയോസും നിങ്ങളെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ അതെല്ലാം കാണുക. ഒരുപാട് തബല ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഒരിക്കൽ കൂടി എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പാട്ടിന്റെ സ്കെയിൽ ഞാൻ ഇപ്പോൾ വായിച്ചേക്കുന്നത് C എന്ന സ്കെയിൽ, ഒരു ഘട്ട ശ്രുതിക്കാണ് ഇപ്പോൾ വായിച്ചേക്കുന്നത്. നമുക്കിതിന്റെ നോട്ട്സ് നോക്കാം. ആദ്യം ഈ പാട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അറിയാം, ആദ്യം ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ തന്നെ ആദ്യം പാട്ടിന്റെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. തുടങ്ങേണ്ട ഭാഗം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു BGM, ഒരു ഇൻസ്ട്രുമെന്റ് പിന്നെ വായിക്കുന്നുണ്ട്. അവിടെ മുതലാണ് നമുക്ക് നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് വായിക്കേണ്ട നോട്ട് എന്ന് പറയുന്നത് തിട്ട് താത്ത തിട്ട് ധാത തിട്ട് താത്ത തിട്ട് ധാത തിട്ട് താത്ത തിട്ട് ധാത തിട്ടിന്ന തിരികിടുന്നക തിരികിടുന്ന, അങ്ങനെയാണ് നോട്ട് വായിച്ചാൽ നിർത്തുന്നത്. തിട്ട് താത്ത തിട്ട് ധാത. തിട്ട് താത്ത തിട്ട് ധാത. സ്ലോയിൽ നോക്കുവാണെങ്കിൽ തിട്ടുന്ന തിരികിടുന്നക തിരികിടുക. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ഭാഗം വായിക്കേണ്ടത്. അപ്പോൾ അതേ റേഞ്ചിൽ ആ ഒരു സ്പീഡിൽ പോവുകയാണെങ്കിൽ വായിച്ചാണ് നമുക്ക് ആ ഒരു ഭാഗം നിർത്തിയിട്ട് പിന്നെ ആ പല്ലവി ലൈൻ സ്റ്റാർട്ടിങ് പിന്നെ തുടങ്ങുകയാണ്. ഇശൽ തേൻകണം എന്ന ലൈൻ വീണ്ടും ആവർത്തിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ ഇശൽ തേൻകണം എന്ന പിന്നീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഈശൽ തേൻകണ ഈശൽ തേൻകണ തിട്ട് ന എന്നൊരു നോട്ട് വായിച്ചു കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ നേരത്തെ പഠിച്ച് തിട്ട് താത്ത തിട്ട് ധാത എന്ന ആ നോട്ട് തന്നെയാണ് കണ്ടിന്യൂസ് വായിക്കേണ്ടത്. അപ്പം നത്തിട്ട് നത്തിട്ട് ന. എന്ന നോട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് വരുന്ന ലൈനുണ്ട് ഗസൽ പൂക്കൾ എന്നെ എന്നൊരു ലൈൻ അവിടെ വരുന്നുണ്ട്. അതിന് മുന്നേ നമ്മൾ ആ ഗസൽ പൂക്കൾ എന്നെ എന്നുള്ള ലൈൻ നമുക്ക് നോട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അവിടെ ആ ഒരു നോട്ട്, ആ ഒരു ലൈന് മുന്നേ നമ്മൾ ന എന്നൊരു ഭാഗം വായിക്കുന്നുണ്ട്. ഈശൽ തേൻകണ പിന്നെ റസൽ ഗസൽ പൂക്കളാലേ, അതിന് മുന്നേ ഒരു ന എന്നും കൂടെ വായിച്ചിട്ടാണ് നമ്മൾ ഗസൽ പൂക്കൾ എന്നെ എന്നുള്ളതിനെ വായിക്കുന്നത്. അവിടെ നോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം ആ ഒരു ഭാഗത്തൊരു ചേഞ്ച് വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ വായിക്കേണ്ട നോട്ട് ധാ മിഡിൽ ഫിംഗർ ഡയഗ്രാം, നെക്സ്റ്റ് ഇൻഡെക്സ് മിഡിൽ എന്ന നോട്ടാണ് അവിടെ ആ
പിന്നീട് എന്നൊരു ഭാഗം കൂടെ അവിടെ വായിക്കുന്നുണ്ട്. എന്നൊരു ഭാഗം കൂടെ വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അതേ സെയിം നോട്ട് തന്നെ പിന്നെ ആവർത്തിക്കുകയാണ്. ഈ ഗസൽ പൂക്കൾ എന്നെ എന്നുള്ള ഭാഗത്ത് നമ്മൾ ധിൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് എന്നൊരു നോട്ട് വായിക്കുന്നത്. അതിനുശേഷം പിന്നെ കിനാ പൊയ്കയിൽ എന്ന ലൈനാണ് വരുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ സെയിം നോട്ട് തന്നെ തിട്ടിത്താത്ത എന്ന ആ ഒരു സെയിം നോട്ട് തന്നെയാണ് അവിടെയും വായിക്കേണ്ടത്. ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാൻസ എൻഡിൽ വായിക്കുമ്പോൾ ധ ധ ധ ധ എന്നൊരു തിഹായും കൂടെ വായിച്ചാണ് നിർത്തുന്നത്. ധ ധ ധ ധ 4 ധ ധ ധ ധ ധ എന്ന തിഹായും കൂടെ വായിച്ചാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻസ എൻഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് BGM ആണ് വരുന്നത്. അവിടെ നമുക്ക് നോട്ടൊന്നും വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റാൻസയാണ്. സെക്കൻഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് ഇളം തെന്നൽ മീട്ടും സിത്താറിന്റെ ഈണം എന്ന ലൈനാണ് വരുന്നത്. അവിടെ നമുക്ക് സ്റ്റാർട്ട് ഇളം തെന്നൽ എന്ന് കഴിയുമ്പോൾ നഗതിരികിട് എന്നൊരു നോട്ട് അവിടെ വായിക്കുന്നുണ്ട്. നാക്ക് ഇളം 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 തെന്നൽ എന്നൊരു ആ നോട്ട് ഇളം തെന്നൽ എന്നുള്ള ഭാവം വരും നമുക്ക് എന്ന് വായിച്ചു കഴിഞ്ഞിട്ടാണ് എന്ന നോട്ട് അവിടെ വായിക്കേണ്ടത്. ആ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു തിഹായി പോലെ നമ്മൾ 2 പോലെ മുഴങ്ങുന്നു ബീവി മതി നിന്റെ നാണം എന്നുള്ള ഭാഗത്ത് ആ എൻഡിൽ നമ്മളൊരു ചെറിയൊരു തിഹായി പോലെ നിൽക്കുന്നുണ്ട്. എന്നൊരു നോട്ടോടെ വായിക്കുന്നുണ്ട്. ഈ ഒരു നോട്ട് വായിക്കേണ്ടത് മുഴങ്ങുന്നു ബീവി മതി നിന്റെ നാണം എന്നുള്ള എൻഡിലാണ് എന്ന ആ ഒരു നോട്ടോടെ വായിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു BGM, ഒരു സ്ട്രിങ്സ് BGM ആണ് അവിടെ പോകുന്നത്. അവിടെ വായിക്കേണ്ട നോട്ട് അപ്പൊ ആ ഒരു ഭാഗത്ത് സ്ലോ നോക്കുകയാണെങ്കിൽ ആ BGM ഭാഗത്ത് എന്നൊരു ഭാഗമാണ് നമുക്ക് അങ്ങനെ വായിക്കേണ്ടത്. പിന്നെ വീണ്ടും ഇളം തെന്നൽ മീട്ടും എന്ന ലൈനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ നേരത്തെ പഠിച്ച തിട്ട് ധാത എന്ന ആ സെയിം നോട്ട് തന്നെയാണ് അവിടെയും വായിക്കുന്നത്. പിന്നെ നമ്മൾ ആ പഠിച്ച അതുപോലെ തന്നെ വായിച്ചിട്ട് അടുത്ത ലൈൻ പ്രിയേ സ്വർഗവാതിൽ തുറക്കൂ നിൻ മുന്നിൽ എന്നുള്ള ലൈനിൽ വരുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. അതേ സെയിം നോട്ട് തന്നെ വായിച്ചിട്ട് എന്ന ആ ഒരു ഭാഗം കൂടെ വായിച്ചാണ് നിർത്തുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ ഒരു ചേഞ്ചസ് ആ പാട്ടിൽ ഇങ്ങനെ കുറെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് കേൾക്കുക. കേട്ടിട്ട് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇവിടെയും വായിക്കുന്നേ ഉള്ളൂ. നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ അത് നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു ഭാഗത്ത് നോട്ട് വായിക്കാനെടുത്ത് മനസ്സിലാവും. അതിവിടെ അങ്ങ് വായിച്ചാൽ മതി. അടുത്ത ഭാഗം വരുന്നത് കിനാ പൊയ്കയിൽ നീന്തുമി എന്ന ഭാഗമാണ് വരുന്നത്. അവിടെ നമ്മൾ നേരത്തെ പഠിച്ച തിട്ടിത്താത്ത എന്ന ആ സെയിം നോട്ട് തന്നെയാണ് അവിടെയും വായിക്കേണ്ടത്. അവിടെ എല്ലാം ഇങ്ങനെ ചേഞ്ചസ് ആണ് വരുന്നത്. തിട്ടിത്താത്ത ഇങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എന്നൊക്കെ ആ ഒരു ചേഞ്ചസ് ആണ് അവിടെ എല്ലാം വരുന്നത്. അങ്ങോട്ട് മാറി ചേഞ്ചസ്. ഒരു ലൈനിൽ ഇത് വായിക്കുമ്പോൾ അടുത്ത ലൈനിൽ അടുത്ത നോട്ടാണ് വായിക്കുന്നത്. അങ്ങനെ ഇതിൽ എല്ലാ നോട്ടും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. തിട്ടിത്താത്ത എന്നിട്ട് നഗത്തിരിക്കിട്ട് എന്ന നോട്ടുകളെല്ലാം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അതെല്ലാം. അത്രയും ഉള്ളൂ ആ ഒരു സെക്കൻഡ് സ്റ്റാൻസ് എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും നമ്മൾ പല്ലവി ലൈൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരത്തെ പഠിച്ച പോലെ തന്നെ പല്ലവി ലൈൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് വരുന്നത് BGM ആണ്. BGM നമുക്ക് നോട്ട് വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന തേർഡ് സ്റ്റാൻസയാണ്. തേർഡ് സ്റ്റാൻസ ലൈൻ എന്ന് പറയുന്നത് നിനക്കായി ഞാനും എനിക്കായി നീയും എന്നുള്ള ലൈനാണ് വരുന്നത്. അവിടെ നമ്മൾ ഇതുപോലെ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും വായിക്കുക. തേർഡ് സ്റ്റാൻസിൽ നമ്മൾ നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വായിക്കുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ഈ പാട്ട് എൻഡ് ചെയ്യുന്ന ഏറ്റവും അവസാനം ഒരു തിഹായി വായിച്ച് നിർത്തുന്നുണ്ട്. ആ തിഹായി എന്ന് പറയുന്നത് ധാക്കിട് ദാദ ധാ.
തിഹായിയാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റിൽ വായിച്ച് നിർത്തേണ്ടത്. അങ്ങനെ നമുക്ക് ഈ പാട്ടിന്റെ ഈ ഒരു സോങ് അവിടെ എൻഡ് ചെയ്യാൻ സാധിക്കും. ഈ പാട്ടിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇത്രയും നോട്ട്സ് ആണ് ഇവിടെ വരുന്നത്. തിട്ട് താത്ത തിട്ട് ധാത, പിന്നെന്താ അത് കഴിഞ്ഞിട്ട് ന തിട്ട് നഗതിരിക്കട്ട്, അങ്ങനത്തെ ഉള്ള നോട്ട്സ് ഒക്കെയാണ് വരുന്നത്. അതെന്താ നമുക്ക് ഓരോ ലൈൻസിലും ചേഞ്ച് ചെയ്ത് വായിക്കുകയാണ്. ഇപ്പൊ ഒരു സെന്റൻസ് ഒരു ലൈനിൽ തിട്ട് താത്ത തിട്ട് ധാത ആണെങ്കിൽ അടുത്ത ലൈൻ വരുമ്പോൾ ദാദിൻ എന്ന ആ ഒരു ചേഞ്ചസ് ആണ് ഈ ഒരു പാട്ടിൽ വരുന്നത്. അത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ചെയ്ത് വരുന്ന സ്ഥലത്ത് ഈ ഒരു നോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് വായിച്ചാൽ മതി. വളരെ സ്ലോയിൽ ആദ്യം വായിച്ച് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ഇതേ സ്പീഡിൽ തന്നെ വായിക്കുക. പാട്ട് നല്ലപോലെ കേൾക്കുക, ചേഞ്ചസ് മനസ്സിലാക്കുക, എന്നിട്ട് ആ ഒരു ഭാഗത്തങ്ങ് വായിക്കുക. ഇത്രയും ഉള്ളൂ ഇതിന്റെ തവള നോട്ട്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മുടെ ഓൺലൈൻ ഹിന്ദുസ്ഥാനി തബല ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.